അന്താരാഷ്ട്ര ടെസ്റ്റ് 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യയുടെ ഏകദിന ടീമിൽ സ്ഥാനം നിലനിർത്താൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകേണ്ടി വരുമെന്ന് സൂചന. ആഭ്യന്തര ടൂർണമെന്റുകളിൽ, പ്രത്യേകിച്ച് ഏകദിന മത്സരമായ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ ഇരുവരോടും BCCI ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. 2027 ലോകകപ്പ് വരെ കളി തുടരാമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ഏകദിനത്തിൽ തുടരുന്നത് എന്നാണ് വ്യാഖ്യാനം. ലോകകപ്പ് ലക്ഷ്യമാക്കി പുതുതലമുറ ടീമിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ടീം മാനേജ്മെന്റിന് രണ്ട് വെറ്ററൻ താരങ്ങളെ നിലനിർത്താൻ താൽപ്പര്യവുമില്ല. ഇക്കാര്യം രോഹിത്, കോഹ്ലി എന്നിവരുമായി ചർച്ച ചെയ്യും. പൂർണ്ണമായും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ടീമിൽ സ്ഥാനമെന്ന സന്ദേശം ഇരുവർക്കും നൽകും. അങ്ങനെയെങ്കിൽ ഒക്ടോബറിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ പരമ്പരയോടെ ഇരുവരും വിരമിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ 38 വയസ്സായ രോഹിത് ശർമ്മയ്ക്ക് 2 വർഷത്തിലേറെ ഫിറ്റ്നസ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല. കോഹ്ലിക്ക് ഇപ്പോൾ തന്നെ 36 വയസ്സുണ്ട്. ഏകദിനത്തിൽ മാത്രം കളിക്കുമ്പോൾ മത്സരങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. 2027 ഒക്ടോബർ നവംബറിലായി നിശ്ചയിച്ചിരിക്കുന്ന ലോകകപ്പ് വരെ ഇന്ത്യക്ക് ആകെ 27 ഏകദിനങ്ങൾ മാത്രമാണുള്ളത്. രോഹിത്തും കോഹ്ലിയും 2027 ലോകകപ്പ് വരെ കളിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക.